നമസ്കാരം. നമ്മളുടെ ഇന്നത്തെ വിഷയം റെസിസ്റ്റൻസ് ഫാറ്റ്. അതായത് എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും 1 ഇഞ്ച് പോലും വണ്ണം കുറയുന്നില്ല എന്നുള്ള കംപ്ലയിൻറ്റ്സ് വളരെ കൂടുതലാണ് പേഷ്യൻസുകൾ ഇവിടെ വരുമ്പം. അവർ പറയുന്നത്, മാഡം എത്ര കിടന്ന് നമ്മൾ പട്ടിണി കിടക്കുകയാണ്, വെള്ളമാണ് കുടിക്കുന്നത്, അതുപോലെ രാപകൽ നമ്മൾ എക്സസൈസ് ചെയ്യുക, എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ വണ്ണം കുറയുന്നില്ല. ഇതിൻ്റെ കാരണം എന്താണെന്നാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നത്. ഇത് കാരണമെന്ന് പറയുമ്പം ഇതിനകത്ത് പാരമ്പര്യം ഒരു ഘടകമാണെങ്കിലും ഈ പാരമ്പര്യത്തെ മാറ്റി നിർത്താൻ പറ്റും, അതിന് യാതൊരു സംശയമില്ല. അതിൻ്റെ പേരാണ് എപ്പിജെനറ്റിക്സ്. ജനറ്റിക്സ് എന്ന് പറയുന്ന പാരമ്പര്യമാണെങ്കിൽ എപ്പിജെനറ്റിക്സ് എന്ന് പറയുന്നത് സാഹചര്യങ്ങളെ മാറ്റിക്കൊണ്ട് നമ്മളുടെ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം എല്ലാവരും ഇത് പാരമ്പര്യമായിട്ട് ഇങ്ങനെ വണ്ണമാണ്, അത് പറയുന്നവർക്ക് ഒരു മറുപടിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ പാരമ്പര്യം ഘടകം ആയിട്ടിങ്ങനെ വരുന്നെങ്കിൽ, അത് കൂടാതെ ഈ റെസിസ്റ്റൻസ് ഫാറ്റ് ഉണ്ടാവുന്നത് ദ റേഷ്യോ ബിറ്റ്വീൻ ബ്രൗൺ ആഡിപ്പോസ് ടിഷ്യൂ ആൻഡ് വൈറ്റ് ആഡിപ്പോസ് ടിഷ്യൂ. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ഈ ബ്രൗൺ ആഡിപ്പോസ് ടിഷ്യൂ എന്ന് പറയുന്നത് കൂടുതലുള്ളവർക്ക് നമ്മൾ എന്ത് കഴിച്ചാലും ആവിയായി പോകുമെന്ന് പറയില്ലേ, 10 ലഡു കഴിച്ചാലും അവർക്ക് വണ്ണം വയ്ക്കില്ല, മെലിഞ്ഞേയിരിക്കും. ഇതൊക്കെ കഴിക്കുന്നത് വണ്ണം വയ്ക്കാനാണ് അവർക്ക്, പക്ഷെ നടക്കില്ല. പക്ഷേ ഈ വൈറ്റ് ആഡിപ്പോസ് ടിഷ്യൂ അമിതമായിട്ടുള്ളവർക്ക് വെള്ളം കുടിച്ചാലും വണ്ണം വെച്ചുകൊണ്ടിരിക്കും, അവർക്ക് ഒരിക്കലും വണ്ണം കുറയുകയില്ല. അമിതവണ്ണം എന്ന് പറഞ്ഞാൽ അവരുടെ ശരീരത്തിൽ ഇന്നും എനിക്ക് ഒരു 125 കിലോ ഒക്കെ വെയിറ്റുള്ള ഒരു ലേഡി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയും നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇങ്ങനത്തെ കേസുകൾ ഇപ്പോഴും സർവ്വസാധാരണമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് നമ്മൾ ഇങ്ങനെ ഈ വൈറ്റ് ആഡിപ്പോസ് ടിഷ്യൂവിനെ ബ്രൗൺ ആഡിപ്പോസ് ടിഷ്യൂ ആക്കാൻ, അത് കൂടുതലാക്കണം, അതിനെന്തൊക്കെയാണ് നമ്മുടെ മാർഗങ്ങൾ, നമുക്ക് എന്തൊക്കെ അത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. 6 മാർഗങ്ങളിലൂടെ നമുക്ക് ഈ ഒരു മെറ്റബോളിസത്തിനെ എൻഹാൻസ് ചെയ്യാൻ പറ്റും, വണ്ണം കുറയ്ക്കാൻ പറ്റും. ഒട്ടും വണ്ണം കുറയും. ഇവിടെ ജിമ്മിലൊക്കെ പോയി രാപകൽ കിടന്ന് അധ്വാനിച്ചാലും വണ്ണം കുറയാത്തവർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി ഞാൻ പറയുന്നത്. 6 കാര്യങ്ങൾ. നമ്പർ 1, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ് കണ്ടൻറ്റ്. എപ്പോഴും ഞാൻ പറയുന്നത് തന്നെ വീണ്ടും ഇത് അക്കമിട്ട് പറയുകയാണ്. കാർബോഹൈഡ്രേറ്റ് കണ്ടൻറ്റ് അത് നന്നായിട്ട് കുറയ്ക്കണം. നന്നായിട്ട് കുറയ്ക്കുന്നല്ല, കാർബോഹൈഡ്രേറ്റ് കണ്ടൻറ്റ് മാക്സിമം ഈ സീരിയൽസ് എന്നുള്ള കാർബോഹൈഡ്രേറ്റ് കണ്ടൻറ്റ് അങ്ങ് വിടുക, അതിനെക്കുറിച്ച് അങ്ങ് മറക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോ നമ്പർ 3272 334, അതായത് 9 വീഡിയോസ് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇപ്പം ഈ ലേറ്റസ്റ്റ് ആയിട്ടും 9 വീഡിയോസ് ഗ്രെയിൻ ഫ്രീ ഡയറ്റ് എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട്. ഈ 9 വീഡിയോസ് ഇട്ടിരിക്കുന്നത് 3 ദിവസത്തെ ഭക്ഷണമാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചക്കലത്തെ ലഞ്ച്, വൈകിട്ടത്തെ ഡിന്നർ, അങ്ങനെ 3 ഓരോ ദിവസവും നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഒരു 3 ദിവസത്താണ് ഈ 9 വീഡിയോസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസ് ഫാറ്റ് ഉള്ളവർ ചെയ്യേണ്ടത് ഈ ഗ്രെയിൻ ഫ്രീ ഡയറ്റ്, ഈ പറയുന്ന 9 വീഡിയോസ് നിങ്ങൾ ശ്രദ്ധിച്ച് അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഓക്കെ. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു 3 നേരത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് മോഡിലേക്ക് വരുമ്പം വൈകിട്ട് 6 മണി മുതൽ പിറ്റേ ദിവസം രാവിലെ 10 മണി വരെ ഭക്ഷണം ഒന്നും കഴിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ധാരാളം വെള്ളം കുടിക്കാം, കരിഞ്ജീരക ചായ കുടിക്കാം, ബ്ലാക്ക് ടീ, നമ്മൾ ചായ കട്ടൻ കുടിക്കാം, അതോടൊപ്പം കട്ടൻ കോഫി കുടിക്കാം. അപ്പം വിത്തൗട്ട് ഷുഗറാണ്, മധുരമൊന്നും പാടില്ല, അങ്ങനെ കുടിക്കുക. പിന്നെ ആപ്പിൾ സിഡർ വിനിഗർ 10 ml ഒരു ഗ്ലാസ് വെള്ളത്തിൽ ചേർത്ത് കുടിക്കാം. ഇത്രയും കാര്യങ്ങളാണ് രാത്രി മീൻസ് വൈകിട്ട് 6 മുതൽ രാവിലെ 10 മണി വരെ. അത് കഴിഞ്ഞ് രാവിലെ 10 മുതൽ വൈകിട്ട് 6 മണി വരെ നിങ്ങൾക്ക് 3 നേരത്തെ ഭക്ഷണം കഴിക്കാം. അത് ചിലർ 2 നേരമാക്കും, ചിലർ 1 നേരമാക്കും. 1 meal a day ഒക്കെ എക്സലൻറ്റ് റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ലെവലിലേക്ക് നിങ്ങളൊന്ന് ട്രാൻസ്ഫോം ചെയ്യണം. മൈൻഡാണ് ആദ്യം ശരിയാവേണ്ടത്. ഇഫ് ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ. അപ്പോൾ അങ്ങനെ 3 ദിവസം, അപ്പോൾ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് മോഡിലേക്ക് ഭക്ഷണ രീതി കൊണ്ടുപോവുക, അതൊന്ന്. അപ്പോൾ ഇത് 2 കാര്യങ്ങളായി. പിന്നെ അടുത്തതെന്ന് പറയുന്നത് നിങ്ങൾക്ക് എക്സസൈസിനെ കുറിച്ച് ഉള്ള ഒരു അവയർനെസ് വളരെ അത്യാവശ്യമാണ്.
എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഇതിന് ഏറ്റവും അത്യാവശ്യം. അതിന് നടത്തം ഒരു വ്യായാമമല്ല എന്ന് നിങ്ങൾ ഓർക്കുക. അതിന് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എക്സസൈസാണ് ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ്. ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് അതെന്ന് വെച്ചാൽ ഹൈ സ്പീഡിലായിരിക്കണം, നല്ല ഓടണം. നിങ്ങൾക്ക് വീട്ടിൽ ചുറ്റുപരിസരത്ത് സ്ഥലമുണ്ടെങ്കിൽ നല്ലോണം നല്ല സ്പീഡിൽ ഓടണം. നമ്മുടെ ശരീരവും മനസ്സും അതോടൊപ്പം ഇങ്ങനെ ജില്ലായിട്ട് നിൽക്കണം. അങ്ങനെ ഓടിയിട്ട് ഇപ്പോൾ പലരും പറയും ഞങ്ങൾക്ക് ഓടുമ്പോൾ മുട്ടുവേദന വരും മാഡം, പിന്നെ എങ്ങനെയാണെന്ന്. ശരിയാണ്. അപ്പോൾ അതിനു വേണ്ടി ആദ്യം ചെറിയ രീതിയിലുള്ള വ്യായാമങ്ങൾ ചെയ്താൽ മതി. അത് കഴിഞ്ഞത് കൂട്ടി എടുക്കണം. അപ്പോൾ അങ്ങനെ ഓടുക എന്ന് പറയുമ്പോൾ അങ്ങനെ നമുക്ക് ഒത്തിരി സമയം എക്സസൈസിൻ്റെ ആവശ്യമില്ല. ഒരു 20 മുതൽ 30 മിനിറ്റ് വരെ ഒരു ദിവസം ചെയ്താൽ മതി ഈ ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ്. അതല്ലെങ്കിൽ നിങ്ങൾ ജിമ്മിൽ പോയിട്ട് വെയ്റ്റ് ലിഫ്റ്റിംഗ് അങ്ങനെയുള്ള കാർഡിയോ എക്സസൈസുകൾ ഒക്കെ ചെയ്യേണ്ടിയിരിക്കുന്നു. അത് ആ ഒരു രീതിയിലുള്ള മസ്കുലർ എക്സസൈസൊക്കെ വളരെ കൂടുതലായിട്ട് ചെയ്തേ പറ്റൂ. അങ്ങനെ ജിമ്മിൽ പോകുന്നവർ അതനുസരിച്ച് ഭക്ഷണ രീതി ആ സമയത്ത് ഒരു ഹൈ പ്രോട്ടീൻ ഡയറ്റ് തന്നെ കഴിച്ചിട്ട് പോവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാർബ്സ് നന്നായിട്ട് നില്ലാക്കി വെച്ചുകൊണ്ട് ഉള്ള ഒരു ഡയറ്റ് പ്ലാൻ. ഈ ഞാൻ പറഞ്ഞ ഈ 9 വീഡിയോസിൽ അതെല്ലാം നന്നായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാണ്. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഞാൻ പറയുന്നത്, ഈ 3 പ്രാവശ്യം എന്ന് പറയുന്നില്ലേ, മാക്സിമം നമ്മൾ ഈ സ്നാക്കിങ് ഒഴിവാക്കുക. 3 പ്രാവശ്യം എന്നുള്ളത് 2 പ്രാവശ്യമാക്കുക, 1 പ്രാവശ്യമാക്കുക. അതല്ലെങ്കിൽ സ്നാക്കിങ് ഇടയ്ക്ക് പലപ്പോഴും നമ്മൾ 10 മണിക്ക് കഴിച്ചിട്ട് ഒരു 12 മണിയാകുമ്പോൾ ഒരു ഡ്രിങ്ക് കുടിക്കും. അപ്പോൾ ശരിക്കും എൻ്റെ ഒരു LK ഡയറ്റ് പ്ലാനിലും ഈ ഒരു ഫോർമുലേഷനാണ്. 6 നേരത്തെ ഭക്ഷണം. ഞാനത് 3 വർഷത്തിന് മുമ്പ് തയ്യാറാക്കിയതാണ്. അപ്പോൾ ആ സമയത്ത് ആ ഒരു ട്രെൻഡിൽ നമ്മൾ ചെയ്തു. പക്ഷേ ഇപ്പം ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പഠിക്കുമ്പം ഈ റെസിസ്റ്റൻസ് ഫാറ്റ് മാറ്റണമെങ്കിൽ ഇങ്ങനെയുള്ള കുറേ ചേഞ്ചസ് വരുത്തണം നമ്മളെ ഡയറ്റ് പ്ലാൻസിൽ. അതിലേറ്റവും പ്രധാനമാണ് ഈ ക്രേവിങ്സ്, ഇടയ്ക്കിടയ്ക്ക് സ്നാക്കിംഗ് ഇല്ലേ, അത് ഒഴിവാക്കുക എന്നുള്ളത്. അപ്പം നമ്മൾ മെയിൻ മീല് 10 മണിക്ക് കഴിച്ചു, അത് കഴിഞ്ഞ് ഒരു 11-12 മണിയാകുമ്പോൾ എന്തെങ്കിലും ഒരു ജ്യൂസ് കുടിച്ചു, അതല്ലെങ്കിൽ ഇത്തിരി നട്ട്സ് കഴിച്ച്, അതുപോലും ഈ കൂട്ടർ മാറ്റി വയ്ക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പം 4 പോയിൻ്റ് ആയല്ലോ. ഓക്കെ, എക്സസൈസ് വന്നു, ഈ സ്നാക്കിങ് കുറയ്ക്കണം, ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്, ആദ്യത്തെ ഗ്രെയിൻ ഫ്രീ ഡയറ്റ്, ഇത്രയുമായി. ഇനി അടുത്ത എന്താണ്? പ്രോപ്പർ സ്ലീപ്പ്. നന്നായിട്ട് ഉറങ്ങുക. ഉറങ്ങുക എന്ന് പറയുമ്പം അങ്ങ് വളരെയധികം സമയം ഉറങ്ങില്ല. ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് വളരെ ഇമ്പോർട്ടൻ്റാണ്. നല്ല സൗണ്ട് സ്ലീപ്പായിരിക്കണം. ആ സമയത്തുള്ള വളരെയധികം പ്രവർത്തനങ്ങൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നതാണ്. അപ്പോൾ അത് 5ാമത്തെ സ്റ്റെപ്പാണ്, ക്വാളിറ്റി ഓഫ് സ്ലീപ്പ്. അത് കഴിഞ്ഞ് 6ാമത്തത് സ്ട്രെസ് ഫ്രീ ലൈഫ്. സ്ട്രെസ് ഉണ്ടാവാൻ പാടില്ല. ശരീരത്തിനകത്തും മനസ്സിനകത്തും എപ്പോഴും നല്ല ഹാപ്പി ആയിട്ട്, ബി ഹാപ്പി ബി പോസിറ്റീവ്. ഇതാണ് എൻ്റെ രോഗികളോട് പറയുന്നത്. ബി ഹാപ്പി ബി പോസിറ്റീവ്. പോസിറ്റീവ് ആവണമെങ്കിൽ യു ഹാവ് ടു പ്രാക്ടീസ് യോഗ, മെഡിറ്റേഷൻ, ഡീപ്പ് റിലാക്സേഷൻ. ഈ 3 കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ പകുതി പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. ഇതൊക്കെ വലിയ വിഷയമൊന്നുമല്ല. പ്രാണായാമമൊക്കെ ചെയ്യാനായിട്ട് ഒരു പ്രയാസവുമില്ല. നല്ല വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ കിടപ്പുണ്ട്. അത് ഫോളോ ചെയ്യണം. അത് ഓൺ ചെയ്ത് വെച്ചിട്ട്, അത് ഇപ്പം ചിലർ പറയും ഞങ്ങൾ ഒറ്റയ്ക്കിരുന്ന് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന്. അങ്ങനെയുള്ളവർക്ക് ഈ വീഡിയോസ് ഓൺ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് അത് കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും ഒക്കെ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു ലൈവായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ. അപ്പോൾ എത്ര 6 സ്റ്റെപ്സ് ഉണ്ട്. 6 സ്റ്റെപ്സ്. എൻ്റെ ഒരു ഡിസ്ട്രസ് ഫോർമുല എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോയും കിടപ്പുണ്ട്. ഡിസ്ട്രസ് ഫോർമുലയിൽ ഈ പറയുന്ന കാര്യങ്ങളാണ്. D ഫോർ ഡയറ്റ്, E ഫോർ എക്സസൈസ്, S ഫോർ സ്ലീപ്പ്, T ഫോർ ടെൻഷൻ ഫ്രീ, ഞാനിപ്പോൾ പറഞ്ഞ സ്ട്രെസ് ഫ്രീ, E ഫോർ എക്സസൈസ്, R ഫോർ റെസ്റ്റ്, S ഫോർ സ്റ്റഡി സംതിങ് ന്യൂ. അപ്പോൾ ഇത് ഒരു ഡിസ്ട്രസ് ഫോർമുല എന്ന് പറഞ്ഞ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ് ടു എ ഹെൽത്തിയർ ലിവിങ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ നിങ്ങൾ നോക്കിപ്പോയാൽ തീർച്ചയായും ഈ റെസിസ്റ്റൻസ് ഫാറ്റ് കുറയ്ക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഇതിൽ ഒരു റിസൾട്ട് കിട്ടിയില്ല എങ്കിൽ തീർച്ചയായിട്ടും എന്നെ വിളിച്ച് പറയണം കേട്ടോ. എന്ന് വെച്ചാൽ ഇത്ര കാര്യങ്ങൾ ഇതിൽ പറയുന്നതെല്ലാം അക്കമിട്ട് നിങ്ങൾ ചെയ്യണം എല്ലാ ദിവസവും. അത് വളരെ ഇമ്പോർട്ടൻ്റ്. അതുപോലെ റെഗുലർ ഹാബിറ്റ് അത്യാവശ്യമാണ്. ആറ്റിറ്റ്യൂഡ് ഈസ് എ മസ്റ്റ്. ഇഫ് ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ എന്ന് ഞാൻ വീണ്ടും പറയുന്നത് ആറ്റിറ്റ്യൂഡ് ചേഞ്ചാണ് ഏറ്റവും പ്രധാനം. എവറിത്തിങ് ബിഗിൻസ് ഇൻ യുവർ മൈൻഡ്. മൈൻഡ് ഈസ് ദ മോസ്റ്റ് പവർഫുൾ ഓർഗൻ ഇൻ യുവർ ബോഡി ദാൻ യുവർ ബോഡി. അത് തീർച്ചയായും ഓർക്കുക. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.